കാര്യം അത് മുളകായതുകൊണ്ട് മുളക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്തായാലും മഞ്ചേരി കഴിച്ചിട്ട് പറയും വെൺപൊങ്കൽ എങ്ങനെയാണ്. ഇറ്റ്സ് ഫാമിലി ഓഫ് കേർഡ് റൈസ്, പക്ഷെ കേർഡ് ഇല്ലാന്നേ ഉള്ളൂ അല്ലേ. ഒന്നുകൂടെ നോക്കട്ടെ, ഞാൻ ഇപ്പം ആ ചമ്മന്തി മിക്സ് ചെയ്ത് കഴിച്ചു. ചമ്മന്തി ഇല്ലാതെ കഴിച്ചു നോക്കണം. then only you'll realize. ജീരകം ഉണ്ട്. ജഡ്ജാ ഞാൻ പറഞ്ഞുതരാം. നൈസ്, ഭയങ്കര ഒരു ഏതൊക്കെയോ ഒരു സാദം പോലെ ഒരു. എനിവേ താങ്ക് യു വെരി മച്ച്. ഈ പറഞ്ഞ ഇത്രയും സുന്ദരിയായിട്ട് ഒരു ദേവിയുടെ രൂപത്തിലൊക്കെ വന്നിരുന്ന് ഞങ്ങളോട് ഒത്തിരി നേരം സംസാരിച്ചു. ഞങ്ങളുടെ ഈ പാട്ടിന്റെ സത്യം പറഞ്ഞാൽ ഇതൊരു കുക്കറി ഷോ ആണോ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇത് മൊത്തം പാട്ടായിരുന്നു. എൻ്റെ മൈ ഫേവറേറ്റ് ആയിട്ട് എൻ്റെ 2 ഫേവറേറ്റ് സോങ് ആണ് ബഡേ അച്ചേ ലഗ്തേ ഹൈ ആൻഡ് ദിസ് വൺ തൂ തൂ തൂ. എന്നാ രസമല്ലേ ആ പാട്ടൊക്കെ കേട്ടാലും. മഞ്ചേരിനെ ഞാൻ അങ്ങ് കൊണ്ടുപോവുക. ഇനി പറഞ്ഞിട്ടും നിർത്തിയിട്ടും ഒന്നും കാര്യമില്ല. ഞാൻ ഫുഡ് ഉണ്ടാക്കും, മഞ്ചേരിനെ ടേപ്പ് ഓൺ നടക്കും. അതന്നെ. എനിവേ wish you all the best. Thank you ചേച്ചി, thank you so much. this is very very nice. ഞാൻ സത്യത്തില് ആദ്യമായിട്ടാണ് വെൺപൊങ്കൽ കഴിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡീടോക്സ് പോലെ കഴിക്കാവുന്ന ഒരു ഫുഡായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ഒരുപാട് ഇപ്പം മസാലാസ് ഇല്ലാതെ എല്ലാരും ഈ ഫാസ്റ്റ് ഫുഡും നമ്മള് ഷോസിനായാലും എവിടെ പോകുമ്പോഴും ഒരുപാട് ഇങ്ങനെ പുറത്തെ ഫുഡ് കഴിച്ച് അപ്പൊ ശരിക്കും ഇത് ഒരു വയറിന് നല്ല സുഖമുള്ള ഒരു ക്ലെൻസിങ് ഫീല് കിട്ടും. റൈസ് അല്ലേ ഇത്? ദാലുണ്ട്. ദാല് ഫീൽ ചെയ്തു എനിക്ക്. ഇറ്റ്സ് വെരി നൈസ്. അത് നല്ല. ആൻഡ് താങ്ക്സ് ഫോർ ബീങ് ഹിയർ ഓൾസോ. എനിവേ താങ്ക് യു വെരി മച്ച് മോളെ. താങ്ക് യു. അപ്പൊ ഇന്ന് ശരിക്കും നമ്മുടെ എന്താ പറയാ പൊങ്കൽ ദിവസമാണ്. അത് മാത്രമല്ല മകരജ്യോതിയുള്ള ദിവസമാണ്, മകരവിളക്ക് കാണുന്ന ദിവസമാണ്. അപ്പൊ ഈ എല്ലാം പ്രകാശമാണ്. ഇത് ഭഗവാൻ സൂര്യന് നേദിക്കുന്ന നിവേദ്യമാണ്. അതേപോലെ മഞ്ജരിയുടെ ലൈഫിൽ ആ ഒരു പ്രകാശം ഇനിയുള്ള ലൈഫിൽ അതുണ്ടാവട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. മഞ്ജരിക്ക് മാത്രമല്ല, നമ്മളും സ്വാർത്ഥരാണ് അല്ലേ. നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലും എല്ലാവർക്കും നല്ല എന്താ പറയുക പ്രകാശപൂർണമായിട്ടൊരു ജീവിതം മുമ്പോട്ട് വരട്ടെ എന്ന് പൂർണ്ണമായി എന്താ പറയുക നിറഞ്ഞ ഹൃദയത്തോടുകൂടി തന്നെ ഞാൻ എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഇതേപോലെ പുതിയ റെസിപ്പീസ് പഠിക്കാനുള്ള അവസരം ആനീസ് കിച്ചണിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. പുതിയ അതിഥികളുടെ വിശേഷവും പാട്ട് കൊണ്ട് നിറഞ്ഞൊരു സദസ്സും ആനീസ് കിച്ചണിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ സസ്പെൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചെറുത് ഗുഡ് ബൈ.